ഹലോ ഗായ്സ്, നമുക്കിന്ന് പരിപ്പ് വട ഉണ്ടാക്കാം. പരിപ്പ് വടയ്ക്ക് വേണ്ട പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം. മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ പരിപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കുറച്ച് പരിപ്പ് കൂടി എടുത്ത് പച്ചമുളക്, ഇഞ്ചി, കരിയാമ്പില അതും കൂടി ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് പരിപ്പും പച്ചമുളകും ഇഞ്ചിയും കരിയാമ്പിലയും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ആ മിക്സും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് പരിപ്പ് എടുത്തിട്ട് നമുക്ക് ക്രഷ് ചെയ്യാതെ തന്നെ നമുക്കിതിലേക്ക് ഇടാം. നമുക്കിതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് കുഴച്ചിട്ട് യോജിപ്പിച്ച് പരിപ്പ് വട ഉണ്ടാക്കാം. നന്നായിട്ട് കുഴക്കാം. എല്ലാം മിക്സ് ആവട്ടെ. നമുക്കൊരു പാത്രം വെച്ച് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഓക്കെ, ഗ്യാസ് കത്തിച്ച് ഇനി നമുക്ക് പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കാം. നമ്മൾ അടുപ്പിൽ ഇതല്ലേ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. തിളച്ച് എണ്ണ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ഓരോ ബോൾസുകളായിട്ട് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാനുള്ള ബോൾസുകൾ ഉണ്ടാക്കാം. 11 ബോളുകളാണ് പരിപ്പ് വട ഉണ്ടാക്കാൻ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് പരിപ്പ് വട ഓരോന്നെടുത്ത് പരത്താം. നമുക്ക് ഓരോന്നെടുത്ത് ഇങ്ങനെ പരത്തി എണ്ണയിലേക്ക് ഇടാം. ഓക്കെ ഗൈസ്, നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് പരിപ്പ് വട. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഏകദേശം വെന്ത് കിട്ടാറായി. ഇനി നമുക്ക് കുറച്ചും കൂടി മൊരിഞ്ഞിട്ട് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് പരിപ്പ് വട കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡിയായി. അപ്പോൾ നമ്മുടെ സ്വന്തം പരിപ്പ് വട റെഡിയായി. ഇനി കഴിക്കേ വേണ്ടൂ.